ഷാഹിലയെക്കുറിച്ച് ഓരോ ദിവസവും ഓരോ ന്യൂസും കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നത് കണക്ക് ഓൺലൈനിലൊക്കെ കുറേയധികം പേര് അത് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നത് കണക്ക് കാമുകനുമായിട്ട് എവിടെ പോകുന്നതിൻ്റെയൊക്കെ CCTV ഫുട്ടേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഷാഹില ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ ഒരു ഷാഹില എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് കുട്ടിയും കൊണ്ട് ഉണ്ടെങ്കിൽ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ആ ഒരു കാമുകന് വേറെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് പോലും ഇവർ ഒളിച്ചോടിപ്പോയി. അതിനുശേഷം ഈ ഒരു ഭർത്താവ് ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഭാര്യയെ കാണാനില്ല എന്നുള്ള രീതിയിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണക്ക് കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും തൻ്റെ കുട്ടിയെ വേണം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറേയധികം ഈ ഒരു ഷാഹിലയുടെ കാര്യത്തിൽ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നു. ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ഒരു ഷാഹില അറിയാവുന്ന ആൾക്കാർ കുറച്ച് പേരുണ്ടെങ്കിൽ ഇത് കണക്ക് ചില ഓൺലൈൻ മീഡിയാസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാഹില ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയാണ് അവർ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ഈ ഒരു വീട്ടിൽ പൈസയും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഈ ഒരു ഭർത്താവിൻ്റെ സഹോദരിയൊക്കെ അത് എടുത്ത് ഉപയോഗിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ തുടങ്ങി കുറേയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അനുഭവിച്ചു. അത് ഒക്കെ കൊണ്ടാണ് ആയിരിക്കും ഇത് കണക്കൊരു തീരുമാനം എടുത്തതെന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷേ എന്താണെന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതേ കണക്ക് അങ്ങനെ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ്. ഒരിക്കലും ഇതേ കണക്ക് ഒളിച്ചോടി പോകുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അത് ആരും ന്യായീകരിക്കാൻ വന്നാലും എന്തായാലും അത് ശരിയാണെന്ന് തോന്നുന്നില്ല. പിന്നെ കുറേയധികം ഇതേ കണക്ക് ഷാഹിലയുടെ ഭാഗത്തല്ല തെറ്റെന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് ന്യായീകരണമായിട്ടൊക്കെ വരുന്നുണ്ട്. സോ നമുക്കത് അത്ര എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.